ഒരു വ്യക്തി നിങ്ങളുമായി പ്രണയത്തിലാണെങ്കിൽ ആഴത്തിലുള്ളതും സംസാരിക്കാൻ പ്രയാസമുള്ളതുമായ കാര്യങ്ങൾ അവർ നിങ്ങളോട് തുറന്നു പറയാൻ തുടങ്ങും. മനസ്സൊന്ന് പിടയുമ്പോൾ, ഒറ്റപ്പെട്ടു എന്ന് തോന്നുമ്പോൾ, സങ്കടങ്ങൾ പറഞ്ഞ് ഒന്ന് കരയണമെന്ന് തോന്നിയാൽ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചില മുഖങ്ങളുണ്ടാവും. അങ്ങനെയുണ്ടെങ്കിൽ ഓർക്കുക, അവരായിരിക്കും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ. ഒരു വ്യക്തി തന്നേക്കാൾ കൂടുതൽ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമാണ് സമ്മർദ്ദവും വിഷാദവും അസ്വസ്ഥതയും ഉണ്ടാകുന്നത്. ചില സമയങ്ങളിൽ ദൈവം മനഃപൂർവ്വം നമ്മെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ എത്തിക്കുന്നു. അതുവഴി നമ്മൾ അന്ധമായി വിശ്വസിക്കുന്ന ആളുകളുടെ മുഖത്തെ മുഖംമൂടി കാണാൻ കഴിയും. നിങ്ങൾക്ക് ഒരാളുടെ മനസ്സ് അറിയണമെങ്കിൽ അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. അവരുടെ ഹൃദയം അറിയണമെങ്കിൽ പ്രവൃത്തികൾ ശ്രദ്ധിക്കുക. ഉപ്പ് പോലെയാണ് വാക്കുകൾ. പാകത്തിനെ ഉപയോഗിക്കാവൂ. അധികമായാലും കുറഞ്ഞു പോയാലും രുചി നഷ്ടപ്പെടും. സ്വത്തും പണവും ജോലിയും ഒന്നുമല്ല ഭാഗ്യം. നമ്മുടെ കണ്ണു നിറയുമ്പോൾ തുടയ്ക്കാൻ ഓടിയെത്തുന്ന കൈകളും നമ്മുടെ കൈ വേദനിക്കുമ്പോൾ കണ്ണ് നിറയുകയും ചെയ്യുന്ന മനുഷ്യർ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യമുള്ളവരാണ്. പറഞ്ഞ് മനസ്സിലാക്കുന്നതിലും നല്ലത് സ്വയമേ അറിഞ്ഞ് മനസ്സിലാക്കുന്നതാണ്. അനുഭവങ്ങളോളം ആഴം നൽകുന്ന തിരിച്ചറിവ് മറ്റാരുടെയും വാക്കുകൾക്ക് നൽകാനാവില്ല. കഷ്ടകാലം എന്ന് നിങ്ങൾ കരുതുന്ന നേരത്തിൻ്റെ മറവിൽ പലപ്പോഴും അനുഗ്രഹങ്ങൾ ഒളിച്ചിരിക്കുന്നുണ്ടാവാം. അതുകൊണ്ടാണ് കഷ്ടപ്പാടുകളുടെ അവസാനം നിങ്ങൾ മികച്ചവരും ശക്തരും ബുദ്ധിശാലികളുമായി മാറുന്നത്. പങ്കാളിയുമായി മനസ്സ് തുറന്ന് സംസാരിക്കാൻ സമയം കണ്ടെത്തുക എന്നത് ബന്ധം നിലനിൽക്കാൻ അത്യാവശ്യകരമായ കാര്യമാണ്. ആരോഗ്യകരമായ കുടുംബ ബന്ധത്തിന് ഇത് സഹായിക്കും. നമ്മുടെ ജീവിതം വളരെ ചെറുതാണ്. അത് സങ്കടത്തോടെ ഉണരുവാൻ ഉള്ളതല്ല. നിങ്ങളെ ശരിയായ രീതിയിൽ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക, അല്ലാത്തവരെ മറക്കുക. എല്ലാം സംഭവിക്കാൻ തീർച്ചയായും ഒരു കാരണമുണ്ടാകും. ജീവിതത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പെടൽ കൂടെ ആരും ഇല്ലാതാകുമ്പോഴല്ല, എല്ലാമെന്ന് കരുതിയവരുടെ മനസ്സിൽ ഒരു സ്ഥാനവും ഇല്ലായിരുന്നു എന്ന് മനസ്സിലാകുമ്പോഴാണ്. കേട്ട നുണകളെ ഒരു ചിരിയോടുകൂടി സ്വീകരിക്കുക. അതിനു പിന്നാലെ സത്യം വരുന്നുണ്ട്. അന്ന് അതിനുള്ള മറുപടി പറയുക. നുണകൾക്ക് സത്യത്തെ മറച്ചു പിടിക്കാനേ കഴിയൂ, മാറ്റി നിർത്താൻ കഴിയില്ല. സ്വന്തം ദുഃഖത്തിനിടയിലും അന്യൻ്റെ വേദന മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കുന്നവരാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പന്നർ. വേദനിക്കുന്നവൻ്റെ കണ്ണീർ ഒപ്പുന്നതിലും വലിയ പുണ്യം മറ്റൊന്നിലും കിട്ടില്ല. കൂടെയുള്ളവരുടെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി നീ നിൽക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക. നാളെ അവരുടെ സന്തോഷത്തിനു വേണ്ടി നീ മാറി നിൽക്കേണ്ടി വരും. അവനവന് ജീവിക്കാനുള്ള സാമ്രാജ്യം സ്വയം നേടാത്ത ആരും സ്വതന്ത്രനല്ല. അതുപോലെ തന്നെ സ്വയം ആജ്ഞാപിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനും സ്വതന്ത്രനല്ല. ഈ നിമിഷം ഇനി ആയുസ്സിൽ ഒരിക്കലും ആവർത്തിക്കപ്പെടാത്ത നിമിഷമാണ്. ആവർത്തിക്കാത്ത കുറേ നിമിഷത്തിൻ്റെ പേരാണ് ജീവിതം. സ്വപ്നം കാണുന്നതിനൊപ്പം അതിനുവേണ്ടി പരിശ്രമിച്ചാൽ മാത്രമേ അത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ളവരിൽ നിന്നും മാറി ചിന്തിക്കുമ്പോഴാണ് മാറ്റത്തിൻ്റെ ആരംഭം. ഒരവസ്ഥയും സ്ഥിരമല്ല. ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞെന്ന് വിശ്വസിക്കുമ്പോഴും രക്ഷപ്പെടാൻ ഒരു വഴി നമ്മെ തേടി എത്താതിരിക്കില്ല. നിങ്ങൾ വിജയിക്കുമ്പോൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പാഠങ്ങൾ പരാജയത്തിലൂടെ ഉൾക്കൊള്ളുന്നു. പരാജയങ്ങളിൽ മനസ്സ് മടുത്ത് പിന്മാറരുത്. പരാജയങ്ങളാണ് ഒരു വിജയിയെ സൃഷ്ടിക്കുന്നത്. ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്നറിയാൻ ചിലപ്പോൾ വലിയ വീഴ്ചകൾ വേണ്ടിവരും. തിരിച്ചറിവുകൾ മനുഷ്യനെ പുതിയ ജീവിത പാഠങ്ങൾ പഠിപ്പിക്കും. നമ്മുടെ ചിന്തകളാണ് നമ്മെ നയിക്കുന്നത്. വിജയകരമായ ജീവിതത്തിന് വസ്തുനിഷ്ഠമായ ചിന്തയാണ് വേണ്ടത്. നമ്മുടെ ചിന്തയും ഭാവനയുമാണ് നമ്മുടെ വഴികാട്ടികൾ. ദുഃഖവും സന്തോഷവും രാത്രിയും പകലും പോലെയാണ്. സന്തോഷത്തിൽ നിന്നും ദുഃഖത്തിലേക്കും സന്തോഷത്തിലേക്കും ഒരുപാട് ദൂരമില്ല. എന്തെങ്കിലും പ്രശ്നങ്ങളും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ എല്ലാം തകർന്നു എന്ന ചിന്തയിൽ നിരാശപ്പെടരുത്. കഴുകൻ എത്ര ഉയരത്തിൽ പറന്നാലും
വിശപ്പകറ്റാൻ ഭൂമിയെ ആശ്രയിക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. എത്ര ഉയരത്തിലാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ ഏറ്റവും താഴെയുള്ളവരുടെ സഹായം വേണ്ടിവരും. അതുകൊണ്ട് നിങ്ങൾ ആരെയും വില കുറച്ച് കാണരുത്. സ്നേഹം ഒരു തമാശയായി മാത്രം കാണുന്നവർക്ക് ഒരാളെ സ്നേഹിക്കാനും ഉപേക്ഷിക്കാനും വളരെ നിസ്സാരമാണ്. എന്നാൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് ആ വേദന മതി ജീവിതം മുഴുവൻ സങ്കടപ്പെടാൻ.